Good morning, children. Welcome back to our English class. All of you take part 3. All of you take textbook part 3, Unit 1, Pinocchio. നമ്മൾ പിനോച്ചിയോ എന്ന ലെസണാണ് പഠിക്കുന്നത്. നിങ്ങളെപ്പോലെ ഒരു കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സ്റ്റോറിയാണ്. യൂണിറ്റ് 1, പിനോച്ചിയോ. റൈറ്റ് എ ഫ്യൂ തിങ്സ് യു സ്റ്റഡി അറ്റ് സ്കൂൾ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതുക. റൈറ്റ് എ ഫ്യൂ തിങ്സ് യു സ്റ്റഡി അറ്റ് സ്കൂൾ. എന്തൊക്കെ നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്നത്? റീഡ് ചെയ്യാൻ പഠിക്കുന്നു അല്ലേ, വായിക്കാൻ പഠിക്കുന്നു, പ്ലേ കളിക്കാൻ പഠിക്കുന്നു, പിന്നീട് പാട്ട് പാടാൻ പഠിക്കുന്നു, ടു സിങ്, ടു ഡാൻസ് അല്ലേ, പിന്നെ ടു ഡ്രാ പടം വരയ്ക്കാൻ പഠിക്കുന്നു, ടു റൈറ്റ് ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് പഠിക്കുന്നത്? പങ്ക്ച്വാലിറ്റി, എന്താണ് പങ്ക്ച്വാലിറ്റി? കൃത്യനിഷ്ഠത അല്ലേ. സ്കൂളിലാണെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിന് പോകുന്നു, കറക്റ്റ് ടൈമിന് ഇൻ്റർവെൽ, പിന്നീടാണെങ്കിൽ ടീച്ചേഴ്സ് അന്നുള്ള ലെസൺ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പറയുന്നു അല്ലേ. കറക്റ്റ് ടൈമിന് എല്ലാം നമ്മൾ ചെയ്യുന്നു. അതാണ് പങ്ക്ച്വാലിറ്റി എന്ന് വെച്ചാൽ കൃത്യനിഷ്ഠത. ഡിസിപ്ലിൻ, അച്ചടക്കം അല്ലേ. ഡിസിപ്ലിൻ എന്താണ്? അച്ചടക്കം. അപ്പോൾ ഗുഡ് ക്വാളിറ്റീസ്, ഡിസിപ്ലിനും പങ്ക്ച്വാലിറ്റിയൊക്കെ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നു. എഴുതാൻ പഠിക്കുന്നു, വായിക്കാൻ, കളിക്കാൻ, പാട്ട് പാടാൻ അല്ലേ, പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ പഠിക്കുന്നു, ഡാൻസ് ചെയ്യാൻ പഠിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം നമ്മളെല്ലാവരും ഓൺലൈൻ പഠനത്തിലാണ് അല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 7. Page number 7. In a small Italian village, there lived a poor woodcarver named Geppetto. One day, he made a wooden boy. To his surprise, the wooden figure tacked and wagged like a normal boy. Geppetto felt very happy because he now had a son. He named the wooden boy Pinocchio. Okay, in a small Italian village, ഇറ്റലിയിലെ ഒരു ചെറിയ വില്ലേജ്, ദർ ലിവ്ഡ് എ പുവർ വുഡ് ഒരു മരപ്പണിക്കാരനുണ്ടായിരുന്നു. വുഡ് കാർവർ മീനിങ് മരപ്പണിക്കാരൻ. നെയ്മഡ് ജെപ്പിറ്റോ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജെപ്പിറ്റോ എന്നാണ്. അപ്പോൾ ഇൻ എ സ്മാൾ ഇറ്റാലിയൻ വില്ലേജ് ദർ ലിവ്ഡ് എ പുവർ വുഡ് കാർവർ നെയ്മഡ് ജെപ്പിറ്റോ. ഒരു ചെറിയ ഇറ്റലിയിലെ ഒരു വില്ലേജിൽ ഒരു പാവം ഒരു വുഡ് കാർവർ, ഒരു മരപ്പണിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജെപ്പിറ്റോ. വൺ ഡേ ഹി മേഡ് എ വുഡൻ ബോയ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് തടി കൊണ്ട് ഒരു ബോയ് ഉണ്ടാക്കി, ഒരു ആൺകുട്ടി ഉണ്ടാക്കി തടി കൊണ്ട്. വൺ ഡേ ഹി മേഡ് എ വുഡൻ ബോയ്. തടി കൊണ്ട് ഒരു ബോയ് ഉണ്ടാക്കി. ടു ഹിസ് സർപ്രൈസ് വുഡൻ ഫിഗർ ടാക്ട് ആൻഡ് വാക്ട് ലൈക്ക് എ നോർമൽ ബോയ്. അയാളെ അതിശയിപ്പിച്ചുകൊണ്ട് ഈ വുഡൻ ഫിഗർ ടാക്ട് ആൻഡ് വാക്ട് ലൈക്ക് എ നോർമൽ ബോയ്, ഒരു നോർമൽ ബോയിയെ പോലെ സംസാരിക്കുകയും നടക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു തടി കൊണ്ടൊരു ശില്പം ഉണ്ടാക്കിയതാണ് അല്ലേ. പക്ഷേ അദ്ദേഹത്തെ അതിശയിപ്പിച്ചുകൊണ്ട് ആ വുഡൻ ഫിഗർ, ആ തടി കൊണ്ടുള്ള ശില്പം ടാക്ട് ആൻഡ് വാക്ട് ലൈക്ക് എ നോർമൽ ബോയ്, ഒരു നോർമൽ ബോയിയെ പോലെ സംസാരിക്കുകയും നടക്കുകയൊക്കെ ചെയ്തു. ജെപ്പിറ്റോ ഫെൽറ്റ് വെരി ഹാപ്പി ബിക്കോസ് ഹി നൗ ഹാഡ് എ സൺ. He named the wooden boy Pinocchio. Okay, Geppetto felt very happy because he now had a son. ജെപ്പിറ്റോയ്ക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മകനുണ്ടായി, അദ്ദേഹത്തിന് മകനില്ലായിരുന്നു. അപ്പോൾ ജെപ്പിറ്റോ ഫെൽറ്റ് വെരി ഹാപ്പി, ജെപ്പിറ്റോയ്ക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് മീനിങ് എന്താണ്? എന്തുകൊണ്ടെന്നാൽ. ബിക്കോസ് മീനിങ് എന്തുകൊണ്ടെന്നാൽ. ഹി നൗ ഹാഡ് എ സൺ, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മകനുണ്ടായി അല്ലേ. ഹി നെയ്മഡ് ദ വുഡൻ ബോയ് പിനോച്ചിയോ. അദ്ദേഹം ആ വുഡൻ ബോയ്ക്ക് എന്താണ് പേരിട്ടത്? പിനോച്ചിയോ എന്ന് പേരിട്ടു. ഓക്കെ, ഹി നെയ്മഡ് ദ വുഡൻ ബോയ് പിനോച്ചിയോ. ആ വുഡൻ ബോയ്ക്ക് പിനോച്ചിയോ എന്ന് പേരിട്ടു. ഓക്കെ, ഒരു ഇറ്റാലിയൻ, ഒരു ഇറ്റലിയിലെ ഒരു വില്ലേജിൽ ഒരു വുഡ് കാർവർ ഉണ്ടായിരുന്നു. എ പൂവർ വുഡ് കാർവർ. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ജെപ്പിറ്റോ. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ദിവസം ഹി മേഡ് എ വുഡൻ ബോയ്. വൺ ഡേ ഹി മേഡ് എ വുഡൻ ബോയ്. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ തടി കൊണ്ട് ഒരു ശില്പം ഉണ്ടാക്കി, ഒരു ആൺകുട്ടിയുടെ ശില്പം ഉണ്ടാക്കി. പെട്ടെന്ന് അതിനെന്ത് ചെയ്തു? അത് സംസാരിക്കുകയും നടക്കുകയൊക്കെ ചെയ്തു, ഒരു നോർമൽ ബോയിയെ പോലെ. ഇപ്പോൾ ജെപ്പിറ്റോയ്ക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ. ജെപ്പിറ്റോ ഫെൽറ്റ് വെരി ഹാപ്പി ബിക്കോസ് ഹി നൗ ഹാഡ് എ സൺ. ഇപ്പോൾ അദ്ദേഹത്തിനൊരു മകൻ ഉണ്ടായതിന് സന്തോഷം. ഹി നെയ്മഡ് ദ വുഡൻ ബോയ് പിനോച്ചിയോ. എന്താണ് പേരിട്ടത്? പിനോച്ചിയോ എന്ന് പേരിട്ടു.
The father and son were very happy together. When Pinocchio went to school, Geppetto made wooden toys. Now it happened that Geppetto had to move to a town nearby. There he wanted to send Pinocchio to new school. Okay, the father and son വേർ വെരി ഹാപ്പി ടുഗദർ. രണ്ട് അച്ഛനും മകനും ഒരുമിച്ച് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അല്ലേ. ടുഗദർ മീനിങ് ഒരുമിച്ച്, ടുഗദർ മീനിങ് ഒരുമിച്ച്. ദ ഫാദർ ആൻഡ് സൺ വെയർ വെരി ഹാപ്പി ടുഗദർ. അച്ഛനും ആ മകനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വെൻ പിനോച്ചിയോ വെൻ ടു സ്കൂൾ, ജെപ്പിറ്റോ മേഡ് വുഡൻ ടോയ്സ്. പിനോച്ചോ സ്കൂളിലേക്ക് പോയപ്പോൾ ജെപ്പിറ്റോ എന്തുണ്ടാക്കി? വുഡൻ ടോയ്സ്, തടി കൊണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അവന് അല്ലേ. വെൻ പിനോച്ചിയോ വെൻ ടു സ്കൂൾ, അപ്പോൾ സ്കൂളിൽ പോകാൻ സമയമായപ്പോൾ പിനോച്ചിയോയെ അദ്ദേഹം സ്കൂളിൽ വിട്ടു. ജെപ്പിറ്റോ മേഡ് വുഡൻ ടോയ്സ്, തടി കൊണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി. നൗ ഇറ്റ് ഹാപ്പൻ ദാറ്റ് ജെപ്പിറ്റോ ഹാഡ് ടു മൂവ് ടു എ ടൗൺ നിയർ ബൈ. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ജെപ്പിറ്റോയ്ക്കാണെങ്കിൽ അടുത്തുള്ള ഒരു ടൗണിലേക്ക് പോകണം അല്ലേ, ജോലിക്കായിട്ട് അടുത്തുള്ള ഒരു ടൗണിലേക്ക്, വില്ലേജിൽ നിന്നും അടുത്തുള്ള ഒരു ടൗണിലേക്ക് പോകണം. ഇപ്പോൾ ജെപ്പിറ്റോ മകനെയും കൊണ്ട് പോകണം അല്ലേ. There he wanted to send Pinocchio to a new school. അവിടെ എന്ത് പറ്റി? പിനോച്ചിയെ പഴയ സ്കൂളിൽ നിന്നും പുതിയൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകണം. There he wanted to send Pinocchio to a new school. Being poor, he sought to buy Pinocchio a school book. ബീയിങ് പുവർ, അപ്പം പുതിയ സ്കൂളിൽ ചെന്നപ്പം ബുക്കും പുസ്തകമൊക്കെ വേണം അല്ലേ. കുഞ്ഞായിരുന്നപ്പം ബുക്കും പുസ്തകമൊക്കെ വേണ്ടായിരിക്കാം. അപ്പം പുതിയ സ്കൂളിൽ പോകണമെങ്കിൽ ബുക്കും പുസ്തകമൊക്കെ വേണം. ബീയിങ് പുവർ, ഹി സോൾഡ് ഹിസ് കോട്ട് ടു ബൈ പിനോച്ചിയോ എ സ്കൂൾ ബുക്ക്. പാവപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹത്തിന് കോട്ട് വിറ്റിട്ട് എന്ത് ചെയ്തു? ഒരു സ്കൂൾ ബുക്ക് വാങ്ങിച്ചു. സ്കൂളിൽ പോകാനായിട്ട് ബുക്ക് വാങ്ങിച്ചു. എന്താണ് വിറ്റത്? അദ്ദേഹം ഹി സോൾഡ് ഹിസ് കോട്ട് സെല്ല് ചെയ്യുക, വിൽക്കുക. സോൾഡ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, സെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സോൾഡ്. അപ്പോൾ അദ്ദേഹത്തിന് കോട്ട് വിറ്റിട്ട് പിനോച്ചിയോയ്ക്ക് സ്കൂൾ ബുക്ക് വാങ്ങിച്ചു. ഹി ആൾസോ മേഡ് ഫോർ ഹിസ് സൺ എ ഡ്രസ് മേഡ് ഓഫ് ഫ്ലവേർഡ് പേപ്പർ. പൂക്കളുള്ള പേപ്പർ വെച്ച് പിനോച്ചിയോയ്ക്ക് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു, ഡ്രസ്സ് തയ്പ്പിച്ചു അല്ലേ, പൂക്കളുള്ള പേപ്പർ വെച്ചു. ആൻഡ് ഹി മേഡ് ഫോർ ഹിസ് സൺ എ ഡ്രസ് മേഡ് ഓഫ് ഫ്ലവേർഡ് പേപ്പർ. ഫ്ലവറുള്ള പേപ്പർ വെച്ച് ഒരു ഉടുപ്പ് തയ്ച്ചു കൊടുത്തു. ഷൂസ് മേഡ് ഫ്രം ദ ബാർക്ക് ഓഫ് എ ട്രീ. ഈ മരത്തിൻ്റെ പുറമെയുള്ള തൊലി വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അതിനൊരു ഷൂ ഉണ്ടാക്കി കൊടുത്തു. മരപ്പണിക്കാരനാണ് അല്ലേ. അപ്പോൾ ഈ മരത്തിൻ്റെ ബാർക്ക്, ആ പുറമെയുള്ള തൊലി ചെത്തിയെടുത്തിട്ട് അവന് ഷൂ ഉണ്ടാക്കി കൊടുത്തു. ഷൂ മേഡ് ഫ്രം ദ ബാർക്ക് ഓഫ് എ ട്രീ ആൻഡ് എ ടൈനി ക്യാപ്പ് മേഡ് ഫ്രം എ ബിറ്റ് ഓഫ് ഡഫ്. എന്നിട്ട് ചെറിയൊരു തൊപ്പി, ക്യാപ്പ് മീനിങ് എന്താണ്? തൊപ്പി ഉണ്ടാക്കി. എ ബിറ്റ് ഓഫ് ഡഫ് എന്ന് വെച്ചാൽ നമ്മൾ മാവ് പൊടിയാണ്. മാവ് പൊടി നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ എടുക്കത്തില്ലേ, മാവ് പൊടിയും വെള്ളവും കൂടെ ചേർത്ത് അത് ഉപയോഗിച്ച് ഇവന് തൊപ്പി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം പാവപ്പെട്ട ആളാണ്, അധികം പൈസയൊന്നുമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെ വാങ്ങിക്കും? പുതിയ യൂണിഫോം, ബാഗ്, ബുക്ക്, ഇതെല്ലാം വാങ്ങിക്കും അല്ലേ. അപ്പോൾ പിനോച്ചിയോയ്ക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഇതെല്ലാം വേണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കോട്ട് വിറ്റിട്ട് സ്കൂൾ ബുക്ക് വാങ്ങിച്ചു. പേപ്പർ വെച്ച്, ഫ്ലവേർഡ് പേപ്പർ വെച്ചു നല്ലൊരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. പിന്നെ ബാർക്ക് ഓഫ് എ ട്രീ, മരപ്പണിക്കാരനായതുകൊണ്ട് മരത്തിൻ്റെ തൊലി എടുത്തിട്ട് ഒരു ഷൂസ് ഉണ്ടാക്കി. എ ടൈനി ക്യാപ്പ്, ഒരു ചെറിയ തൊപ്പി, ടൈനി മീനിങ് ചെറിയ തൊപ്പി എങ്ങനെ ഉണ്ടാക്കി? ഫ്രം എ ബിറ്റ് ഓഫ് ഡഫ്, മാവ് പൊടി കൊണ്ട് തൊപ്പി ഉണ്ടാക്കി കൊടുത്തു അല്ലേ. ഇത്രയൊക്കെ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി ചെയ്യുകയാണ്, സ്കൂളിൽ പോകാനായിട്ട് കുട്ടിയെ ഒരുക്കുകയാണ്. ഓക്കെ, Next day, all dressed up and carrying his new school book, Pinocchio set out for his school. He was excited, thinking about making new friends and learning new lessons. He was happy that soon he would be a scholar. Okay, next day അടുത്ത ദിവസം, all dressed up and carrying his new school book. നന്നായിട്ട് ഡ്രസ്സ് ചെയ്തു, പുതിയ സ്കൂൾ ബുക്കൊക്കെ എടുത്ത് ബാഗെല്ലാം എടുത്തുകൊണ്ട് പിനോച്ചിയോ സ്കൂളിൽ ഇപ്പോൾ റെഡിയായി അല്ലേ. സെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ സ്റ്റാർട്ട്. പിനോച്ചിയോ സ്റ്റാർട്ട് ഫോർ സ്കൂൾ, സെറ്റ് ഔട്ട് മീനിങ് സ്റ്റാർട്ട്. അപ്പോൾ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി. ഓക്കെ,
he was excited thinking about making new friends. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പുതിയ ഫ്രണ്ട്സൊക്കെ കിട്ടും സ്കൂളിൽ ചെല്ലുമ്പോഴല്ലേ, ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ലേണിംഗ് ന്യൂ ലെസൺസ്, പുതിയ പാഠങ്ങളൊക്കെ പഠിക്കാം അല്ലേ, പുതിയ ഫ്രണ്ട്സ് തന്നെ കിട്ടുക. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ പോവുക. ഹി വാസ് ഹാപ്പി ദാറ്റ് സൂൺ ഹി വുഡ് ബി എ സ്കോളർ. അവന് ഭയങ്കര സന്തോഷം, സ്കൂളിൽ ചെല്ലുമ്പോൾ അവനെല്ലാം അറിയാം, പഠിക്കാൻ പറ്റും. സ്കോളർ എന്ന് വെച്ചാൽ നല്ല എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, നല്ല പണ്ഡിതനാകാൻ പറ്റും, പഠിക്കാനൊക്കെ പറ്റും. ഇങ്ങനെ ഹാപ്പിയായിട്ട് പോകാൻ. സ്കൂളിൽ പോകുന്ന പിക്ചർ കണ്ടോ നിങ്ങൾ, ഫ്ലവേർഡ് പേപ്പർ വെച്ചുണ്ടാക്കിയ ഡ്രസ്സ്, തൊപ്പി, ഷൂവ്, ബുക്ക്, ഇതെല്ലാം ഉണ്ട് അല്ലേ. ഭയങ്കര ഹാപ്പിയായിട്ട് സ്കൂളിൽ പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഡേ he was all dressed up and carrying his new school book. Pinocchio set out for school. Set out എന്ന് വെച്ചാൽ സ്റ്റാർട്ട്, സ്കൂളിലേക്ക് പോവുക. he was excited എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം, ഇങ്ങനെ ഭയങ്കര സന്തോഷവും ഒക്കെ ആയിട്ട് പോവുകയാണ് അല്ലേ. തിങ്കിങ് അബൌട്ട് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സിനെ കൊണ്ട്, പുതിയ ഫ്രണ്ട്സ് ഉണ്ട്, ആൻഡ് പുതിയ പാഠങ്ങളൊക്കെ പഠിക്കുക. ഇങ്ങനെ ചിന്തിച്ചു. നിങ്ങളും അങ്ങനെയല്ലേ സ്കൂളിൽ പോകുമ്പോൾ, ആദ്യം സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. he was happy that soon he would be സ്കൂളിൽ ഇനി പഠിച്ച് മിടുക്കനാവണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അദ്ദേഹം സ്കൂളിൽ പോവുകയാണേ കുട്ടി. As he skipped along, he saw the theatre. A lot of people were queuing in front of the theatre, waiting to get in. Pinocchio too wanted to go in and see what was shown there. Okay, as he skipped along, അവൻ ഇങ്ങനെ നോക്കിയപ്പോഴാണെങ്കിൽ he saw the theatre. എന്ത് കണ്ടു? അവൻ തിയേറ്റർ കണ്ടു. ഓക്കെ, as he skipped along, he saw the theatre. A lot of people were queuing in front of the theatre. ഒരുപാട് ആൾക്കാർ ഈ തിയേറ്ററിൻ്റെ മുന്നിൽ നിൽക്കുന്നു അല്ലേ, വെയിറ്റിംഗ് ടു ഗെറ്റ് ഇൻ, അതിനകത്തേക്ക് കയറാനായിട്ട്. Pinocchio too wanted to go in and see what was shown there. Forgetting all about school, he too stood in the queue. But the man standing in front of him said that a ticket has to be brought to get in. Okay, as he skipped along, ഈ സാധത്തി അവനിങ്ങനെ ചാടി പോകും, സ്കിപ്പ് ചെയ്യുക, മൂവ് അലോങ് ലൈറ്റ്ലി, ഇങ്ങനെ ചാടി ഇങ്ങനെ പോകുമ്പോഴാണെങ്കിൽ അവൻ എന്ത് കണ്ടു? ഹി സാ ദ തിയേറ്റർ കണ്ടു അല്ലേ. എ ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ക്യൂയിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ. ഒരുപാട് ആൾക്കാർ ഈ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. എ ലോട്ട് ഓഫ് മീനിങ് ധാരാളം, എ ലോട്ട് ഓഫ് എന്താണ് മീനിങ്? ധാരാളം. ഈ മലയാളം മീനിങ്ങൊക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ, ഇങ്ങനെ എഴുതി വെച്ചിട്ട് മലയാളം മീനിങ്ങൊക്കെ പഠിക്കണം. എ ലോട്ട് ഓഫ് മീനിങ് ധാരാളം. ഇവർ ക്യൂവിൻ്റെ സ്പെല്ലിംഗ് നോക്കാൻ നിങ്ങൾ QUEU അല്ലേ. ക്യൂയിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. വെയിറ്റിംഗ് ടു ഗെറ്റ് ഇൻ, അതിനകത്തേക്ക് കയറി. അപ്പോൾ ഈ കുട്ടി ഇതുവരെ തിയേറ്റർ കണ്ടിട്ടില്ല, കയറിയിട്ടുമില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ തിയേറ്റർ കയറാനായിട്ട് നിൽക്കുന്നു. പിനോച്ചിയോ ടു വാണ്ടഡ് ടു ഗോ ഇൻ ആൻഡ് സീ വാട്ട് വാസ് ഷോൺ ദർ. അപ്പോൾ പിനോച്ചിയോയ്ക്കും അതിനകത്തേക്ക് കയറാനും ഈ തിയേറ്ററിൽ എന്താ നടക്കുന്നത് കാണാൻ ആഗ്രഹം. കൊച്ചു കുട്ടിയാണ് അല്ലേ, അപ്പോൾ ഇതുവരെ തിയേറ്ററിൽ കയറിയിട്ടില്ല. പിനോച്ചോ ടു വാണ്ടഡ് ടു ഗോ ഇൻ ആൻഡ് സീ വാട്ട് വാസ് ഷോൺ ദർ, എന്താണ് അവിടെ കാണിക്കുന്നതെന്ന് കാണാനൊരു ആഗ്രഹം. ഫോർഗെറ്റിംഗ് ആൾ അബൌട്ട് സ്കൂൾ, ഹി ടു സ്റ്റുഡ് ഇൻ ദ ക്യൂ. അപ്പോൾ ഈ ഫോർഗെറ്റിംഗ് ആൾ അബൌട്ട് സ്കൂളിനെ കുറിച്ചെല്ലാം മറന്നുപോയി അല്ലേ. ഹി ടു സ്റ്റുഡ് ഇൻ ദ ക്യൂ, അവനും പോയി ആ ക്യൂവിൽ നിന്നു. ക്യൂവിൻ്റെ സ്പെല്ലിംഗ് നോക്കെ നിങ്ങൾ, ക്യൂ എന്ന് പറയും, നമ്മൾ ക്യൂവിൽ നിൽക്കാൻ പറയും, QUEE, ക്യൂവിൻ്റെ സ്പെല്ലിംഗ് ആണ്. ബട്ട് ദ മാൻ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം സെഡ് ദാറ്റ് എ ടിക്കറ്റ് ഹാസ് ടു ബി ബ്രോട്ട് ടു ഗെറ്റ് ഇൻ. അപ്പോൾ ആ ക്യൂവിൽ നിന്ന് ഒരാളെ പറഞ്ഞു, ഫ്രണ്ടിൽ നിന്ന് ആളെ പറഞ്ഞു, എന്താ പറഞ്ഞു? സ്റ്റാൻഡിങ് എ ടിക്കറ്റ് ഹാസ് ടു ബി ബ്രോട്ട് ടു ഗെറ്റ് ഇൻ, അകത്തേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? ടിക്കറ്റ് വാങ്ങിക്കണം അല്ലേ. ബട്ട് ദ മാൻ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം സെഡ് ദാറ്റ് എ ടിക്കറ്റ് ഹാസ് ടു ബി ബ്രോട്ട് ടു ഗെറ്റ് ഇൻ, അതിനകത്തേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അല്ലേ. Okay, now Pinocchio did not have any money with him to buy a ticket. ടിക്കറ്റ് വാങ്ങിക്കാൻ പിനോച്ചിയോടെ പൈസ ഉണ്ടോ? ഇല്ല. Now Pinocchio did not have any money with him to buy a ticket. ഒരു ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പൈസ. Now meaning ഇപ്പോൾ. Now Pinocchio did not have any money with him to buy a ticket. ടിക്കറ്റ് വാങ്ങിക്കാൻ പൈസയൊന്നുമില്ല. സഡൻലി എന്താ മീനിങ്? പെട്ടെന്ന്. He had an idea. He sold his school book to a paperman nearby and brought a ticket. അവനെന്ത് ചെയ്തു? അടുത്തുനിന്ന ഒരു പേപ്പർമാന് ഈ സ്കൂൾ ബുക്ക് അങ്ങ് കൊടുത്തു അല്ലേ. ആൻഡ് ബ്രോട്ട് എ ടിക്കറ്റ്, എന്നിട്ട് ടിക്കറ്റ് വാങ്ങിച്ചു. പിനോച്ചിയോ ഹാഡ് എ ഗുഡ് ടൈം വാച്ചിങ് ദ ഷോ. എന്നിട്ട് അവൻ അവിടുന്ന് ഷോ കണ്ടു അല്ലേ. ഓൺലി ആഫ്റ്റർ ദ ഷോ ഫിനിഷ് ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി ഹാഡ് മിസ്ഡ് സ്കൂൾ ആൻഡ് ഹാഡ് ഗിവൺ എവേ ഹിസ് ബ്രാൻഡ് ന്യൂ സ്കൂൾ ബുക്ക്. അപ്പോൾ ഷോ കഴിഞ്ഞപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്, റിയലൈസ് ചെയ്യുക, മനസ്സിലാക്കുക, ദാറ്റ് ഹി ഹാഡ് മിസ്ഡ് സ്കൂൾ ബുക്ക് നഷ്ടപ്പെട്ടു, സ്കൂൾ നഷ്ടപ്പെട്ടു,
പറയുമല്ലേ സ്കൂളിൽ പോയില്ല. ആൻഡ് ഹാഡ് ഗിവൺ എവേ ഹിസ് ബ്രാൻഡ് ന്യൂ സ്കൂൾ ബുക്ക്. അവൻ്റെ പുതിയ സ്കൂൾ ബുക്കും കൊടുത്തു കഴിഞ്ഞു അല്ലേ, വിറ്റിട്ടാണ് ടിക്കറ്റ് വാങ്ങിച്ചത് ഇവൻ ചിന്തിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. ടീച്ചർ മലയാളം മീനിങ്സ് ഒക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. മലയാളം മീനിങ്സും പഠിക്കുക. സ്കൂളിൽ വരുന്ന കുട്ടികളുടെ ബുക്കിലൊന്നും ഈ മലയാളം മീനിങ്സ് ഒന്നും ആരും എഴുതുന്നില്ല. അപ്പോൾ ഈ മലയാളം മീനിങ്സ് നിങ്ങൾ എഴുതി പഠിക്കണം. നന്നായിട്ട് റീഡ് 2 or 3 ടൈംസ് ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ ചിൽഡ്രൻ, ദിസ് ഫോർ ടുഡേ. താങ്ക് യു.